നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ, ഒപ്പം ഞങ്ങളുണ്ട്. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം. പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539000666. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട CK സുബൈർ സാഹിബാണ് ഇപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നൽകുന്ന ഗംഭീര സ്വീകരണ പരിപാടിയാണിത്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ CK സുബൈർ സാഹിബിന് അഭിവാദ്യങ്ങൾ 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 ദേശീയ സെക്രട്ടറിക്ക് അഭിവാദ്യങ്ങൾ CK സുബൈർ സാഹിബിന് അഭിവാദ്യങ്ങൾ മുസ്ലിം ലീഗ് സിന്ദാബാദ് ദേശീയ സെക്രട്ടറിക്ക് അഭിവാദ്യങ്ങൾ CK സുബൈറിന് അഭിവാദ്യങ്ങൾ IUML സിന്ദാബാദ് സിന്ദാബാദ്. ഈ സ്വീകരണ പരിപാടിയിൽ മുഖ്യാതിഥിയെ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. സുബൈർ സാഹിബ് ദേശീയ സെക്രട്ടറിയായി വടകരയിൽ ഇറങ്ങുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിലാണ്. MSFൻ്റെ വാണിമേൽ പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച് നാദാപുരം നിയോജക മണ്ഡലം മുതൽ ജില്ലയുടെ ഭാരവാഹിയായി, സംസ്ഥാന ഭാരവാഹിയായി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു MSFൽ. അതിനുശേഷം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, അതുപോലെ തന്നെ പാർട്ടിയുടെ എല്ലാ മേഖലയിലും ദേശീയ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി 4 വർഷം. ഇപ്പോൾ ദേശീയ സെക്രട്ടറിയായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. താഴെ തട്ടിൽ നിന്ന് MSFൻ്റെ പ്രവർത്തനത്തിലൂടെ, യൂത്ത് ലീഗിലൂടെ, മുസ്ലിം ലീഗിൽ എല്ലാ പദവികളും വടകരയിൽ സുബൈർ സാഹിബിനെ പോലെ ഇതുപോലെ എല്ലാ പദവികളും അലങ്കരിച്ച ആളുകൾ ഇല്ല എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി, നാട്ടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഈ കാലം വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. പുതിയ പദവി ഞങ്ങളൊക്കെ ഏറെ അഭിമാനത്തോടെ കാണുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാകും, നാട്ടിനും നാട്ടുകാർക്കുമൊക്കെ അതൊരു വലിയ പ്രചോദനമാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായിരുന്നാലും ഈ ഒരു പദവി വളരെ നന്നായി അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനും പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കാനും ഊർജ്ജസ്വലനായി മുന്നോട്ട് പോകാനും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. MSFൽ സുബൈർ സാഹിബിൻ്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ് ഇപ്പോൾ ദുബായ് KMCയുടെ സംസ്ഥാന സെക്രട്ടറി ഇസ്മായിൽ ഏറാമല. വളരെയധികം അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് CK സുബൈർ സാഹിബിനെ ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വടകര റെയിൽവേ സ്റ്റേഷനിൽ സഹപ്രവർത്തകർക്കൊപ്പം സ്വീകരിക്കുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു ഭൗതിക മുഖമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തയും ആശയങ്ങളും MSF കാലം മുതൽ തന്നെ നേരിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ വ്യാപ്തിയും ആഴവുമൊക്കെ തിരിച്ചറിഞ്ഞ് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇനിയും മുസ്ലിം ലീഗിന് ദേശീയ തലത്തിൽ വലിയ ഒരു സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവർത്തനവും മാറും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. വാണിമേലിൽ നിന്നാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് സുബൈർ സാഹിബ് ഉയർന്നു വരുന്നത്. വാണിമേലിലെ MSFൽ കൂടി പ്രവർത്തിച്ച് രംഗത്ത് വന്ന പ്രിയപ്പെട്ട സുബൈർ സാഹിബിനെക്കുറിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് MK മജീദ്. വാണിമേൽക്കാർക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തമാണ്. ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിനെ നയിക്കുന്ന ടീമിൽ വാണിമേലിൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പുത്രൻ CK സുബൈർ സാഹിബ് വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഏതായാലും ഈ അഭിമാന മുഹൂർത്തത്തിൽ അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ സമ്മന്നരായ നേതാക്കന്മാരോടൊപ്പം ഇവിടെ എത്താനും അതിൽ പങ്കാളി കാണാൻ കഴിഞ്ഞതിൽ വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു എളിയ പ്രതിനിധി നിലക്ക് അഭിമാനം കൊള്ളുകയാണ്. വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിന് വേണ്ടി, വാണിമേലിലെ ജനതയ്ക്ക് വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് CK സുബൈർ സാഹിബിനെ ഞങ്ങൾ ആദരപൂർവ്വം സ്വീകരിക്കുകയാണ്, സന്തോഷപൂർവ്വം. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി. പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ സിൻസിയറായി
ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നതിൽ സുബൈർ സാഹിബിൻ്റെ ഇക്കാലം അത്രയും ജൈത്രയാത്രയ്ക്കുള്ളൊരു അംഗീകാരമാണ് പാർട്ടി നൽകിയിട്ടുള്ളത്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ യൂത്ത് ലീഗിൻ്റെയും മറ്റ് NGOയുടെയും ഒക്കെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്ക് ശക്തി പകരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക. യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി സാജിദ് നടുവണ്ണൂർ. MSFലേക്ക് കടന്നു വരുന്ന സമയം മുതൽ നേരിട്ട് അനുഭവിക്കാനും പരിചയപ്പെടാനുമൊക്കെ അവസരമുണ്ടായൊരു മുഖമാണ് പ്രിയപ്പെട്ട CK സുബൈർ സാഹിബിൻ്റേത്. സംഘടനയിൽ ഏത് ഉത്തരവാദിത്തം വഹിക്കുന്നു എന്നൊരു സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ അത് സംഘടനയെ ചലിപ്പിക്കുന്ന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാന MSFൻ്റെ ജനറൽ സെക്രട്ടറിയായി, യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായി, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രഥമ ദേശീയ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്ന നിലയിലും വളരെ മനോഹരമായി പ്രവർത്തിക്കാൻ കഴിയും. ഇന്നലകളിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹവും അള്ളാഹുവിൻ്റേതായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാണിമേൽ പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് കൊറ്റാല. വളരെയധികം സന്തോഷമുണ്ട്. വാണിമേലിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ബഹുമാനായ CK സുബൈർ സാഹിബിനെ എത്തിക്കാൻ കഴിഞ്ഞതിൽ അതിലുള്ള സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാണിമേലിലെ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി, വാണിമേലിലെ പൗരാവലിക്ക് വേണ്ടി അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ചെക്കിയാട് പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് അഹമ്മദ് കുറുവയിൽ. നാദാപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് CK സുബൈർ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയായി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും. DAPL കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് CK നാസർ. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് ഇന്ത്യയിലേറെ പ്രാധാന്യമുള്ള കാലത്ത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയായ CK സുബൈർ സാഹിബിനെ പോലത്തെ പ്രമുഖനായ ഒരു നേതാവിൻ്റെ നിയോഗം മുസ്ലിം ലീഗ് പാർട്ടിക്കും ദേശീയ രാഷ്ട്രീയത്തിനും വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നന്നായി ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ഖത്തർ KMCCക്ക് വേണ്ടി CC ജാതിയേരി. MSFൽ കൂടി യൂത്തിൽ കൂടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സുബൈർ സാഹിബ് നാദാപുരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷമാണ്. ഇന്ത്യയിലെ മർദ്ദിത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടാൻ സുബൈർ സാഹിബിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എല്ലാവിധ ആശംസകളും നേരുന്നു. ദുബായ് KMCCക്ക് വേണ്ടി മണ്ഡലം സെക്രട്ടറി MP ബഷീർ. മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതൃപദത്തിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വാണിമേലിൻ്റെ അഭിമാനമായ CK സുബൈർ സാഹിബിന് എല്ലാവിധ ആശംസകളും. പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി സുബൈർ തോട്ടക്കാട്. ദേശീയ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വാണിമേലിൻ്റെ പ്രതിനിധി കൂടിയായിട്ട് ആ കമ്മിറ്റിയിലേക്ക് വന്നിട്ടുള്ള പ്രിയപ്പെട്ട CK സുബൈർ സാഹിബിന് എല്ലാവിധ ആശംസകളും. ഖത്തർ KMCC മണ്ഡലം സെക്രട്ടറി VP ലത്തീഫ്. MSFയിലൂടെ തുടക്കം കുറിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് വാണിമേലിൻ്റെ അഭിമാനം CK സുബൈർക്ക് ഇന്നിവിടെ നൽകിയ സ്വീകരണത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് CK സുബൈർ കടന്നു വരുമ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. കാരണം MSFയിലൂടെ യൂത്ത് ലീഗിലൂടെ വളർന്നു വന്ന് ഇന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി ഓടി നടക്കുന്ന പ്രിയപ്പെട്ട CK സുബൈർ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു വലിയ പദവിയിലാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഉത്തരവാദിത്തത്തിൽ അവരോധിക്കപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിലൊരു ദൗത്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത്. ആ അർത്ഥത്തിൽ ഒരു പുതിയ മേച്ചിൽ പുറത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന മേഖലയിൽ സജീവമല്ലാത്തിടങ്ങളിൽ എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അനിവാര്യമായി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ പരിചയപ്പെടുത്തേണ്ട പ്രദേശങ്ങളിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ പുതിയ ചെറുപ്പക്കാരുടെ കൂടെ അതുപോലെ പുതിയ നേതൃത്വത്തിൻ്റെ കൂടെ ഒരവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നിർവഹിക്കുവാൻ ഏറെ സന്തോഷമുണ്ട്. അത് ചാലഞ്ചാണ്, വെല്ലുവിളിയാണ്. എന്നാൽ അതിലുപരി ആ പ്രവർത്തനത്തിന് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ മാത്രമല്ല, ഇനി വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിനെ അടയാളപ്പെടുത്താൻ അത്രയും കഴിവുള്ള ഒരു നേതൃത്വമാണ്. ദേശീയ കമ്മിറ്റി ഓഫീസ് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. വലിയ ബഹുനില കെട്ടിടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അത്രയും വലിയൊരു സംവിധാനത്തെ ആ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് വേണ്ടത്ര വേരുകൾ ചെലുത്താത്ത ഏരിയകളിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ പുതിയ കാലത്തെ അടയാളപ്പെടുത്തുവാനുള്ള ദൗത്യമാണ്. ചെറിയ സംഗതിയല്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സഹായവും ദൈവത്തിൻ്റെ പിന്തുണയും അള്ളാഹിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
നിങ്ങളുടെയൊക്കെ പിന്തുണയും പ്രാർത്ഥന ഉണ്ടാവണം. ഈ ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു.